ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ 10 സെക്കൻഡ് കൊണ്ടും 400 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ 30 സെക്കൻഡ് കൊണ്ടും കടന്നു പോകുന്നു എങ്കിൽ ട്രെയിനിൻ്റെ വേഗത എത്ര? അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ വേഗത കണ്ടുപിടിക്കേണ്ട ഫോർമുല നമുക്കറിയാം. എന്താണ്? ദൂരം ഡിവൈഡഡ് ബൈ സമയം. ദൂരം ഡിവൈഡഡ് ബൈ സമയമാണ് വേഗത കണ്ടുപിടിക്കേണ്ട ഫോർമുല. നമുക്കിവിടെ ദൂരം തന്നിട്ടില്ലേ? ഇവിടെ 400 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം. ഇവിടെ പ്ലാറ്റ്ഫോമിൻ്റെ നീളം എത്രയാണോ അത് തന്നെയാണ് നമുക്കിവിടെ ദൂരമായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? ദൂരം തന്നിട്ടുണ്ട്. എത്രയെന്ന്? 400 മീറ്റർ. അതുപോലെ നമുക്കടുത്ത സമയം വേണ്ടേ? സമയം ഈസ് ഈക്വൽ ടു, സമയം നമ്മൾ ചോദ്യത്തിലോട്ട് നോക്കുമ്പോൾ ആദ്യം ഒരു വ്യക്തിയെ 10 സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ 400 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ 30 സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു ചോദ്യത്തിൽ നമുക്ക് 2 സമയം തന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ വേണ്ട സമയം എന്ന് പറയുന്നത് ചോദ്യത്തിൽ തന്നിരിക്കുന്ന സമയങ്ങളുടെ വ്യത്യാസം എടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ സമയം ഈസ് ഈക്വൽ ടു 30 മൈനസ് 10 ഈക്വൽ ടു 20 സെക്കൻഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനൊരു ചോദ്യം കണ്ട 2 സമയം കാണും. ആ തന്നിരിക്കുന്ന സമയങ്ങളുടെ വ്യത്യാസമാണ് നമ്മളിവിടെ സമയമായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ 30 മൈനസ് 10 ഈക്വൽ ടു 20 സെക്കൻഡ് എന്ന് കിട്ടി. ഇനി ഫോർമുല കൊടുത്താൽ പോരെ? ദൂരം ഡിവൈഡഡ് ബൈ സമയം. ദൂരം 400 ആണ്. 400 ഡിവൈഡഡ് ബൈ 20. 0 0 വെട്ടുന്നു, 2 40 വെട്ടുന്നു, 20. നമുക്ക് എന്ത് കിട്ടി? 20 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഇവിടെയാണ് നമുക്ക് പലർക്കും തെറ്റുന്നത്. 20 മീറ്റർ പെർ സെക്കൻഡ് കണ്ട ഉടനെ നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ 20, നമ്മൾ ഉടനെ ഓപ്ഷൻ എഴുതി വയ്ക്കും. പക്ഷേ നമ്മൾ ഓപ്ഷൻ ശ്രദ്ധിച്ചാൽ എല്ലാ ഓപ്ഷനും കിലോമീറ്റർ പെർ അവറിലല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ മീറ്റർ പെർ സെക്കൻഡിലെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റണം. എന്ത് ചെയ്താൽ മതി? ആ 20 ഗുണം 18/5 ചെയ്താൽ മതി. 5 20 വെട്ടാലോ? 4. ബാക്കി 4 ഗുണം 18 ഈക്വൽ ടു 72 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി.